ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തീർക്കാൻ ഉദ്ദേശിച്ചു വന്നാൽ ആ പണി തീർത്തിട്ടേ വീട്ടിലെ കഞ്ഞി കുടിക്കാൻ അബൂബക്കർ പോകൂ. ഇനി എന്തായാലും നിന്റെ ചുടുചോര കണ്ടിട്ടേ എനിക്കിനി അത്താഴമുള്ളൂ. ചെറിയൊരു പണിയും കൊണ്ടാണല്ലോ വന്നേക്കുന്നത്. ശരിക്കൊന്ന് കൈ വെക്കാനില്ല, എന്നാലും വരും തല്ല് വാങ്ങിക്കൂട്ടാനായിട്ട്. ഇയാള് മേടിച്ചു കൂട്ട ഒരുങ്ങി തന്നെയുള്ള ഇരിപ്പാ. എന്നാ പിന്നെ 2 കൊടുത്തേക്കാം. എന്റെ മകനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് പട്ടാപ്പകൽ നീ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുവാണല്ലടാ, അതും എന്റെ മുന്നിൽ കൂടി. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എടോ, ഞാൻ തന്റെ മകന് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ കാര്യമില്ല. നീ തന്നെയാണ് അത് ചെയ്തത്. നിന്റെ അമ്മായി അച്ഛൻ ഗോപാലകൃഷ്ണനും നിന്റെ അമ്മായി അമ്മ ശാരദയ്ക്കും വേണ്ടി എന്റെ മകനെ നീ തന്നെയാണ് കൊന്നത്. അതിനുള്ള ചങ്കൂറ്റം നിനക്ക് മാത്രമേ ഉള്ളൂ. എടോ, തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ശരി, ഞാനാണ് തന്റെ മകനെ കൊന്നത്. ഇപ്പൊ എന്താ തനിക്ക് ചെയ്യാൻ പറ്റുക? പറ, തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മകന്റെ ജീവൻ നീ എങ്ങനെയാണോ എടുത്തത്, അതുപോലെ നിന്റെ ജീവനും ഞാൻ അങ്ങ് എടുക്കും. എന്താ താൻ എടുക്ക്, എടുത്ത് കാണിക്കേ, എടുത്ത് കാണിക്കണോ? കാണിക്കണോ എടുത്തിട്ട്? എന്തേ കാണിക്കുന്നില്ലേ? എന്തേ തന്നെ വന്നപ്പോഴാണ് ദേഷ്യം ഇപ്പൊ പുറത്തേക്ക് വരുന്നില്ലല്ലോ? എടോ, കാണിക്കാൻ ഞാൻ അവിടെ നിക്കല്ലേ, കാണിക്കേ. എന്തേ തനിക്കിപ്പോ കൈ പൊന്തുന്നില്ലേ? മേലെ എന്റെ വഴിയിൽ തടസ്സമായിട്ട് പിന്നാലെ വന്നാ പിന്നെ തന്നെ തീർക്കുന്നത് ഞാനായിരിക്കും കേട്ടാ. പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങോട്ട് വാടോ, കേറോട്, കേറാൻ. 2 പൊട്ടിക്കേണ്ട കുരുത്തക്കേടൊക്കെ തനിക്കുണ്ട്. എന്നാലിപ്പോ വിഷ്ണു തന്നെ വെറുതെ വിടുക. താനിപ്പോ തൽക്കാലം ചെന്നിട്ടേ വീട്ടിലെ കഞ്ഞിക്ക് ആളെണ്ണം കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ റോട്ടി കിടന്ന് മണ്ണ് ഇന്നും തന്റെ ഈ പേട്ട ശരീരം. വണ്ടി എടുത്തോണ്ട് പോടോ. അവന്റെ ഡാ, തീർക്കാൻ ഉദ്ദേശിച്ചു വന്നാൽ ആ പണി തീർത്തിട്ടേ വീട്ടിലെ കഞ്ഞി കുടിക്കാൻ അബൂബക്കർ പോകൂ. ഇനി എന്തായാലും നിന്റെ ചുടുചോര കണ്ടിട്ടേ എനിക്കിനി അത്താഴമുള്ളൂ.
ശാരദേ, എന്താ എന്തു പറ്റി? എന്താ എന്തിനാണ് നിലവിളിച്ചത്? എനിക്കിപ്പോ നമ്മുടെ വിഷ്ണുവിനെ കാണണം. അവൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. അവൻ എന്ത് ആപത്ത് വരാനാ? നീ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നോണ്ടാ ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അല്ല ഗോപാലേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. ആ അബൂബക്കർ, നസീറിന്റെ വാപ്പ, നമ്മുടെ വിഷ്ണുവിനെ വെടിവെച്ചു. ഓ എന്റെ ശാരദേ, ഞാനിതാ നിന്നോടൊന്നും വന്ന് പറയാത്തത്. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ നിന്റെ ചിന്ത മുഴുവൻ ആ വഴിക്കായിരിക്കും. അത് മനസ്സിലിട്ട് ഓർത്ത് കിടക്കുകയും ചെയ്യും. എന്റെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് വിഷ്ണുവിനെ വിളിക്കട്ടെ. ആ ഫോണും തന്നെ. ഈ പാതിരാത്രിക്ക് വിളിച്ച് അവരെയും കൂടി ബുദ്ധിമുട്ടിക്കണോ? അവരെങ്കിലും ഇതൊന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങട്ടെ ശാരദേ. ഗോപാലേട്ടാ, ഇത് വെറും ഒരു സ്വപ്നല്ലേ? അത് അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാ പോരെ? അയാള് നമ്മുടെ വിഷ്ണുവിന്റെ ഉപദ്രവിക്കോ ഗോപാലേട്ടാ? കേസ് ഇത്രയും കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയിലിരിക്കുമ്പോ അയാളിൽ നിന്ന് അങ്ങനെ ഒരു മണ്ടത്തരം എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. നീ ഇപ്പൊ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ കടയിൽ പണിയുള്ളതല്ലേ? കിടക്ക് ശാരദേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗോപാലേട്ട, എന്നാലും നമ്മുടെ വിഷ്ണു. ഈ കേസ് വിഷ്ണുവിനെ ബാധിക്കാതെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഞാൻ ചിന്തിക്കുന്നത്. കാരണം തെറ്റ് ചെയ്തത് നമ്മളാണ്. നമ്മളിൽ മാത്രമായിട്ട് അത് ഒതുങ്ങണം. നമ്മളായിട്ട് വിഷ്ണുവിനെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. എന്താണാവോ ഈ പാവങ്ങളൊക്കെ മുതലാളിമാരെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, നിങ്ങളെ പോലെയുള്ളവരെയൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? തലസ്ഥാനം ഭരിക്കുന്ന കാവൽ മാലാഖമാരെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് വിശേഷമൊക്കെ അന്വേഷിച്ച് പോയില്ലെങ്കിൽ ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാ നിങ്ങൾ പിന്നെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എടുക്കുമല്ലോ. കഷ്ടപ്പെടുത്തി കളയത്തില്ലേ ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ? എന്റെ പൊന്നു സാറേ, ഞങ്ങളെ പോലുള്ളവരെ നിലനിർത്തുന്നത് തന്നെ അങ്ങേ പോലുള്ളവരാ. ഞങ്ങള് ദൂതന്മാരല്ലേ, സർക്കാരിന്റെ അല്ല, നിങ്ങളെ പോലെ കാശുള്ളവരുടെ. അത് കൊള്ളാമല്ലോ. പിന്നെ അല്ലാതെ ഇതൊന്നും വിളിച്ചു പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം എന്താ, എന്നെ സഹായിച്ചവരൊന്നും എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്നേ. എന്റെ ഒരു നേച്ചർ അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാം, ജനിച്ചു വീണത് നിഷ്കളങ്കനായിട്ടാ. ആ, എന്നാ പിന്നെ നിഷ്കളങ്ക, എനിക്ക് വേണ്ടിയിട്ട് താൻ ഒരു സഹായവും കൂടി ചെയ്തു തരണം. സാറ് പറഞ്ഞോ, എന്താ വേണ്ടേ?